ഹായ് ഗായ്സ്, എനിക്ക് എന്തായാലും 2-3 ദിവസമായിട്ട് വയ്യാതെ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. ഹോസ്പിറ്റലും വീടുമായിട്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് തീരെ വയ്യ. അപ്പോൾ അത് എൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എൻ്റെ അമ്മ എനിക്കിന്ന് ഫുഡൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ദൂരത്ത് ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഗ്യാപ്പുണ്ട്. പക്ഷെ ഒത്തിരി ദൂരത്തു നിന്നാണ് എനിക്ക് ചോറും കറിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു 15 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. അവിടെ നിന്ന് വന്നിരിക്കുവാണ്. പക്ഷെ നിങ്ങളെല്ലാവരും പറഞ്ഞ് അമ്മയെന്ന് അമ്മയെന്ന് പറയണമെന്ന്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് ചോറും കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കും ഹസ്ബൻഡിനും പിള്ളേർക്കും. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചോറുണ്ട്, നല്ല ബീഫ് കറി വറുത്തരച്ച് വെച്ചതുണ്ട്, പിന്നെ നല്ല കടുമാങ്ങ അച്ചാർ, പിന്നെ മട്ടൺ റോസ്റ്റ്. നമുക്ക് എന്തായാലും നോക്കാവേ. മാങ്ങാച്ചാർ കണ്ടിട്ട് കൊതിയാവുന്നത്. നല്ല കടുമാങ്ങ അച്ചാർ. അപ്പം നമുക്ക് കഴിച്ചാലോ. കുറച്ച് കഴിക്കാം. എല്ലാവരും പറയുന്നുണ്ട് കറി കൂടുതൽ, ചോറ് കുറവെന്ന്. തടി വെക്കുവാണ്. അത് കാരണമാണ് കറി കൂടുതൽ എടുക്കുന്നത്, ചോറ് കുറച്ചും എടുക്കുന്നത്. വെയിറ്റ് വെച്ചൊക്കെ വരുന്നില്ലേ. അപ്പം നല്ല കടുമാങ്ങ അച്ചാറും നല്ല മട്ടൺ റോസ്റ്റും കഴിച്ചു നോക്കാതെ. ഒന്നും പറയണ്ട കേട്ടോ. എൻ്റെ അമ്മായിയമ്മക്ക് അസാധ്യ കൈപ്പുണ്യമാണ്. അത് സൂപ്പറായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ടാസ്ക്കാണ്. എന്നുവെച്ചാൽ ഇവരൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടേ നമ്മൾ നല്ല രീതിയിൽ വെച്ച് കൊടുക്കണ്ടേ. അപ്പം വയ്യെങ്കിലുമേ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട്, നാവിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.